നമ്മൾ പബ്ബ് തപ്പി തപ്പി എവിടെയോ എത്തി ഗൈസ്. ഇതുവരെ നമ്മൾ പബ്ബ് കണ്ടെത്തിയില്ല. ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് തോന്നുന്നടാ. അങ്ങനെ നമ്മൾ പബ്ബിന്റെ അടുത്ത് എത്തിയല്ലേടാ. കോറമംഗല ഏരിയയിലെത്തി. ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് കിട്ടുന്ന ഏരിയ നമ്മുടെ ബാംഗ്ലൂർ കോറമംഗലയാണ് ഗൈസ്. നമ്മൾ മടിവാളയിൽ സ്വാലിഹത്തായ ഒരു കുട്ടീനെ കണ്ടു ഗൈസ്. സ്വാലിഹത്തായ കുട്ടി. അവിടെ ഒരു നാടൻ കുട്ടീനെ കണ്ടാ നീ? അതാ മുമ്പിൽ പോകുന്നത്. ഇവിടെ ഡ്രസ്സൊന്നും പകുതി ഡ്രസ്സിലെ സഞ്ചരിക്കാൻ പാടുള്ള നിയമമുണ്ട്. പക്ഷെ ഇവിടെ നല്ല നാടൻ ഡ്രസ്സിലാണ് ഒരു കുട്ടി പോകുന്നത്. നമ്മളിപ്പോ ഏകദേശം ഒരു മിഡിലെത്തി ഗൈസ്. കണ്ട ആൾക്കാരെല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇതിപ്പോ നമ്മ ഏടെത്തി നമുക്ക് വലിയ പിടിപാടൊന്നുമില്ല. സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഏകദേശം ക്ലോസ് ആയ കണക്കുണ്ടല്ലോ സൈം. പെണ്ണാടെ നിന്നു. ഇതിന്റെ ഫ്രണ്ടിലെത്തി. നമ്മളിപ്പോൾ എടത്തിറ കോരമംഗല പബ്ബിന്റെ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി? നമ്മളെ വണ്ടി ഇടിച്ചു ചാവും. നമ്മുടെ ചെക്കന്മാര് വായി നോക്കി കടച്ചിലെടുത്തേക്കും. അതിന്റെ മുകളിലോട്ട് വരുന്നുണ്ട്. ഏടാ? അവിടെ പബ്ബുണ്ടാവും. പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഞാൻ ഉദ്ദേശിച്ച വഴികൾ ഇതേപോലെ അല്ലല്ലോടാ. നമ്മ അന്ന് വന്നത് ഇതേപോലെ അല്ലല്ലോ അല്ലേ? ഇവിടെ ഒരു വൈബുണ്ട്. റോഡ് കടക്കൽ കുറച്ച് ടാസ്കില്ല പരിപാടിയാണ് കേട്ടാ. ഇവിടെയും ഇവരെയിലെ വണ്ടി എടുത്ത് വരുന്ന പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. പക്ഷെ നമുക്ക് എൻട്രി ആക്കാനില്ല പബ്ബില്ല. നോക്കി നോക്കാം. ഇതാണ് കേട്ടാ കോറമംഗല. ഇതാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ എന്തിയടാ കോറമംഗല പബ് സ്ട്രീറ്റ്. ഉള്ള ആ ഒരു പബ് വൈബാണ്. ക്രൗഡ് ഒക്കെ ഫുള്ള് ക്രൗഡാണ് കേട്ടോ. ഇത് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ക്രൗഡാണ്. ഫുള്ളായിട്ട് ഫുള്ള് ലൈറ്റ് പാർട്ടി. നൈറ്റ് ലൈഫ് ഇതാ ജിപ്സി. ഇതെല്ലാം ഫേമസ് ആയിട്ടില്ല. അത് ആ പറഞ്ഞ പബ്ബ് കണ്ട ജിപ്സി. അതാ ഞാൻ അന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായത്. ഇപ്പൊ ആളെല്ലാം ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ നമ്മുടെ ഫേമസ് ഏരിയ ആണ് കഴിച്ചു. അവിടെ ഒരു പബ് ഉണ്ട് കഴിച്ചു. അടിയൊന്നും കിട്ടിയില്ലടാ. നീ എന്ത് പറയുന്നത്? നമ്മളങ്ങനെ തിരിച്ചു പോവാന്ന്. സ്ലീപ്പറിനാണ്